വന്നിരിക്കുന്നത് കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കി വരാം. കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയാണ്. പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ്. നിങ്ങൾ വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാൻ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. 1 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട ചേർക്കുമ്പോഴേ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇവിടെ ഞാൻ 3/4 കപ്പിൽ സ്വല്പം കൂടി പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണ്ടവർക്ക് 1 കപ്പ് പഞ്ചസാര വരെ ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഏലക്കയാണ്. 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയ്ക്ക് പകരം ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. പിന്നെ സ്വല്പം ജീരകം കൂടി നമുക്ക് ചേർക്കാം. നല്ല ജീരകമാണ് ഇത്. സ്വല്പം ഉപ്പ്, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. ഇത് പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് പശുവിൻ പാലിലാണ്. പശുവിൻ പാലിന് പകരം നിങ്ങളുടെ തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തേങ്ങാപ്പാൽ കയ്യിലില്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പശുവിൻ പാൽ ചേർത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ പോലത്തെ തന്നെ ടേസ്റ്റാണ്. ഇളം ചൂടുള്ള പാൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് ചേർക്കുന്ന വെള്ളത്തിൽ മാറ്റാൻ വരാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചൊഴിക്കണം. അരിപ്പൊടിയുടെ ഏലക്കയുടെ ജീരകത്തിൻ്റെയും ഒക്കെ അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കിണ്ണത്തപ്പത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. തൻ്റെ ഈ ലൂസിൽ വേണം മാവ് ആക്കിയെടുക്കാൻ. ഇത് കിണ്ണത്തപ്പത്തിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ, ചുട്ടെടുക്കാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ഇളക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഓരോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് കിണ്ണത്തപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിൽ നെയ്യ് പുരട്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. ഈ കേക്ക് ടിന്നിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ടിന്നിലേക്ക് സ്വല്പം ജീരകം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. ഞാനൊരു 3-4 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിണ്ണത്തപ്പത്തിന് എത്ര കനം വേണോ അതിനനുസരിച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം വേണേൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് ഈ കേക്ക് ടിന്ന് ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കണം. അതല്ലെങ്കിൽ അതിനുള്ളിൽ വെള്ളം വീഴും. ഇനി ഇഡ്ഡലി പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇത് നോക്ക്, കിണ്ണത്തപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടൊരു കിണ്ണത്തപ്പമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.